When there's no more hope. Good morning all of you. Good morning. How are you? Hope all you are fine. Okay, നമ്മൾ ഇന്ന് സോഴ്സ് സീരീസിന്റെ ബാക്കിയുള്ള പോർഷൻസും എക്സസൈസും ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൽഹിനെ കുറിച്ചിട്ട് അല്ലേ, ഡൽഹിനെ കുറിച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അവിടുത്തെ നമ്മുടെ ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലൈമറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 254. ക്ലൈമറ്റ്. ഓക്കെ, Delhi has an extreme climate. It is very hot in summers and very cold in winters. Hot and dry winds called Lu blow in the months of May and June. Delhi receives rains mostly between July and September. അപ്പോൾ എന്താ പറയുന്നത്, ക്ലൈമറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ക്ലൈമറ്റ്. ഡൽഹി ഹാസ് ആൻ എക്സ്ട്രീം ക്ലൈമറ്റ്. ഡൽഹി എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആണ്. അവിടെ വളരെ അതിരൂക്ഷമായ ക്ലൈമറ്റ് ആണ് ഡൽഹി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ സമ്മേഴ്സ് ആൻഡ് വെരി കോൾഡ് ഇൻ വിന്റേഴ്സ്. സമ്മർ സീസണിൽ അവിടെ വളരെ കൂടുതലായിരിക്കും ചൂട്. അസഹനീയമായ വിധത്തിലുള്ള വളരെ കൂടിയ ചൂടാണ് ഡൽഹിയിലുള്ളത്. അതുപോലെ കോൾഡ് അല്ലെ, നമ്മുടെ തണുപ്പ് സമയം വിന്റർ സീസണിൽ വളരെ കോൾഡും ആയിരിക്കും, വളരെയധികം കോൾഡും ആയിരിക്കും വിന്റർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മറിൽ അവിടെ കാലാവസ്ഥ വ്യതിയാനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. വിന്റർ സീസണിൽ വളരെ തണുപ്പും സമ്മർ സീസണിൽ കൂടിയ ചൂടും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇപ്പം എല്ലാ കാലാവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. സമ്മർ സീസണിൽ ഏറ്റവും കൂടിയ ചൂടും വിന്റർ സീസണിൽ കൂടിയ തണുപ്പുമാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് കോൾഡ് ലൂ. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് കോൾഡ് ലൂ. അവിടെ ആ സമയത്ത് എന്താണ്, ചൂട് കാറ്റ്, നല്ല ചൂട് കൂടിയ അല്ലെ, നല്ല നമ്മുടെ മരുഭൂമിയിലൊക്കെ വീശുന്ന ഒരു ചൂട് കാറ്റുണ്ട്. അതുപോലെ ഈ ഡൽഹിയിലും ചൂട് കാറ്റ് വീശാറുണ്ട്. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ്, ചൂടും ഡ്രൈ ആയിട്ടുള്ള കാറ്റാണ് വീശുന്നത്. നല്ല പൊടിപടലങ്ങളൊക്കെ ആയ വളരെ കൂടിയ ചൂടുള്ള കാറ്റ് വീശാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലൂ. LOO, ലൂ എന്നാണ് വിളിക്കുന്നത്. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് കോൾഡ് ലൂ. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് സമ്മർ സീസണിൽ വളരെ കൂടിയ ചൂടും വിന്റർ സീസണിൽ കൂടിയ തണുപ്പുമാണ്. അതുപോലെ ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് അവിടെ കാണുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ലൂ എന്നാണ് ആ കാറ്റിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്തത്, blow in the months of May and June. Delhi receives rains mostly between July and September. എന്താ പറയുന്നത്, ബ്ലോ ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. അപ്പോൾ ഈ ഹോട്ട് നമ്മൾ പറഞ്ഞു, ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് ലൂ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു കാറ്റ് നമുക്ക് വീശുന്ന സമയം ബ്ലോ ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. മെയ് ജൂൺ മാസങ്ങളാണ് ഈ ചൂട് കാറ്റ് വീശുന്നത്. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് കോൾഡ് ലൂ ബ്ലോ ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. മെയ് ജൂൺ കാലഘട്ടത്തിലാണ്, മാസങ്ങളിലാണ് ഈ ചൂട് കാറ്റ് ഡൽഹിയിൽ വീശുന്നത്. ഡൽഹി റിസീവ്സ് റെയിൻസ് മോസ്റ്റ്ലി ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ. ഈ നമ്മുടെ സീസൺസ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ മഴക്കാലം ഡൽഹിയിൽ ഉണ്ടാവുന്നത്, ഡൽഹി റിസീവ്സ് റെയിൻസ് മോസ്റ്റ്ലി ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് എന്താ ഡൽഹിയിൽ മഴക്കാലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലൈമറ്റിനെ കുറിച്ച് മനസ്സിലായോ? അവിടെ ഡൽഹി എന്ന് പറയുന്നത് അതിരൂക്ഷമായ ഒരു ക്ലൈമറ്റ് ആണ്, എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. അവിടെ എന്താണ്, ചൂട് സമയത്ത് സമ്മർ സീസണിൽ ഭയങ്കര ചൂടും വിന്റർ സീസണിൽ ഭയങ്കര തണുപ്പുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ അവിടെ ചൂട് കാറ്റ്, ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് അവിടെ വീശാറുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ലൂ എന്നാണ്. ലൂ എന്നാണ് ആ കാറ്റിനെ വിളിക്കുന്ന പേര്. ആ ലൂ എന്ന കാറ്റ് വീശുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് ആ ചൂട് കാറ്റ് അവിടെ വീശുക.
Delhi receives rains mostly between July and September. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഡൽഹിയിൽ മഴക്കാലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായോ? ക്ലൈമറ്റ് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, ഇതിന് അടുത്തത് ക്ലോത്ത്സ് ആണ്. ക്ലോത്ത്സ് നോക്കി. ക്ലോത്ത്സ്. People from all states of India live in Delhi. One can find people wearing different kinds of dresses. Most men in Delhi wear trousers and shirts. Most women wear saris or salwar kameez. Women and girls can also be seen wearing trousers and skirts. People speak different languages and celebrate different festivals. It is like a mini India. അപ്പോൾ എന്താണ് ക്ലോത്ത്സിനെ പറ്റി പറയുന്നത്? People from all states of India live in Delhi. ഇന്ത്യയിലെ എല്ലാവിധമായ ആളുകളും ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ആളുകളും തന്നെ ഡൽഹിയിൽ താമസിക്കുന്ന പല ആചാരങ്ങളും പലവിധമായ വേഷങ്ങൾ ധരിച്ചവരും എല്ലാ ആൾക്കാരും ഡൽഹിയിൽ താമസിക്കുന്നത്. പീപ്പിൾ ഫ്രം ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ലിവ് ഇൻ ഡൽഹി. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരും നമ്മുടെ ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. Then one can find people wearing different kinds of dresses. One can find people wearing different kinds of dresses. അല്ലേ? ഇപ്പം എന്താണ്? പലതരത്തിലുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ ഓരോ വ്യക്തികളും അവിടെ ധരിക്കാറുള്ളത്. ഓക്കെ, മോസ്റ്റ് men in Delhi wear trousers and shirts. ഡൽഹിയിലുള്ള കൂടുതൽ ആൾക്കാരും ധരിക്കുന്നത് ട്രൗസേഴ്സും ഷർട്ട്സുമാണ് ധരിക്കാറുള്ളത്. ട്രൗസേഴ്സും ഷർട്ടുമാണ് കൂടുതൽ ആൾക്കാരും ധരിക്കാറുള്ളത്. പാൻറ്റുപോലെ ട്രൗസറുകളും ഷർട്ടുകളുമാണ് കൂടുതൽ ആൾക്കാരും ഡൽഹിയിലുള്ളവർ ധരിക്കാറുള്ളത്. ഓക്കെ, ദെൻ മോസ്റ്റ് വിമൻ വെയർ സാരീസ് ഓർ സൽവാർ കമീസ്. മിക്ക സ്ത്രീകളും അവിടെ ഉപയോഗിക്കുന്നത് സാരി ഒന്നുകിൽ സാരി ആയിരിക്കും അല്ലെങ്കിൽ സൽവാർ കമീസ് ആയിരിക്കും അവിടെയുള്ള സ്ത്രീകൾ ധരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൽഹിയിലെ ക്ലോത്ത്സിൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ എല്ലാവിധ ആൾക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. പലവിധമായ ഡ്രസ്സുകളാണ് അവരെല്ലാവരും ധരിക്കുന്നത്. ഡൽഹിയിലെ മെൻസ് ട്രൗസേഴ്സും ഷർട്ടുമാണ് ധരിക്കുന്നത്. വിമൻസ് എന്താണ്, സാരി ഓർ സൽവാർ കമീസ് ആണ് അവർ ധരിക്കാറുള്ളത്. Women and girls can also be seen wearing trousers and skirts. Women and girls can also be seen wearing trousers and skirts. Women's എന്താണ്, നമ്മുടെ സാരിയോ അല്ലെങ്കിൽ സൽവാർ കമീസോ അല്ലാതെ അവർ ട്രൗസേഴ്സും സ്കേർട്ടും അല്ലെ ട്രൗസറുകളും പാവാട സ്കേർട്സും ഒക്കെയാണ് അവർ അവിടെ കൂടുതലും ധരിക്കുന്നത്. ഈ സാരിയും സൽവാർ കമീസും അല്ലാതെ മിക്ക പെൺകുട്ടികളും അല്ലെ മിക്ക സ്ത്രീകളും എന്താണ് ട്രൗസേഴ്സും സ്കേർട്ടും ധരിക്കാറുണ്ട്. People speak different languages and celebrate different festivals. People speak different languages. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികളും തന്നെ ഡൽഹിയിൽ താമസമാക്കാറുണ്ട് അല്ലെ. പല ജോലിൻ്റെ കാര്യത്തിനായാലും മറ്റതിനെല്ലാം കൂടെ ഡൽഹിയിൽ അവർ പലവിധ ആൾക്കാരും കേരളത്തിലുള്ളവരായാലും തമിഴ്നാട്, കർണാടക പലവിധ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരെല്ലാം ഡൽഹിയിൽ അവർ താമസമാക്കാറുണ്ട്. അപ്പോൾ എന്താണ്, അവർ സംസാരിക്കുന്നതും വ്യത്യസ്ത ഭാഷകളായിരിക്കും അല്ലെ. പീപ്പിൾ സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് സെലിബ്രേറ്റ് ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ്. എന്താണ്, അവർ സംസാരിക്കുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആയിരിക്കും. അതുപോലെ അവർ ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസും ആയിരിക്കും അവർ ആഘോഷിക്കുന്നത്. പലവിധമായ ഫെസ്റ്റിവൽ അല്ലെ പലവിധമായ ഉത്സവങ്ങളും അവർ ഡൽഹിയിൽ ആഘോഷിക്കാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് മിനി ഇന്ത്യ. ഈ ഡൽഹി എന്ന് പറയുന്നത് ഒരു മിനി ഇന്ത്യയാണ് അല്ലെ. മിനി ഇന്ത്യ. എന്താണ് മിനി ഇന്ത്യ എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റേറ്റിലുള്ള എല്ലാ വ്യക്തികളും അവിടെ താമസിക്കുന്നു, എല്ലാ ഡ്രസ്സുകളും അവിടെ ധരിക്കുന്നു അല്ലെ. നമ്മുടെ കേരളത്തിലായാലും അല്ലെങ്കിൽ തമിഴ്നാടായാലും ഒരു പ്രത്യേക തരം ഡ്രസ്സുകൾ അവിടെ കാണും അല്ലെ. നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു ഇന്ന സ്ഥലത്ത് ഇന്ന ഡ്രസ്സാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന സ്ഥലത്ത് ഇന്ന ലാംഗ്വേജ് ആണ് അല്ലെ. നമ്മുടെ കേരളത്തിൽ മലയാളം, തമിഴ്നാട്ടിൽ തമിഴ് അല്ലെ, അങ്ങനെ നമ്മൾ പഠിച്ചു. അതുപോലെ എന്താ ഡൽഹി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ലാംഗ്വേജസ് കാണും, വ്യത്യസ്ത ഡ്രസ്സിങ് സെൻസ് വേറെ ആയിരിക്കും, ലാംഗ്വേജ് വേറെ ആയിരിക്കും,
ഫെസ്റ്റിവലുകൾ വേറെ ആയിരിക്കും അല്ലെ, ഓരോരുത്തരും ഓരോ ഫെസ്റ്റിവൽസ് ആയിരിക്കും ആഘോഷിക്കുന്നത് അല്ലെ. ഡ്രസ്സിങ് സ്റ്റൈല് എല്ലാം എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു മിനി ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ ഉള്ള ഒരു മിനി ഇന്ത്യ, അതുപോലെയുള്ള ഒരു ഇന്ത്യ എന്നാണ് ഡൽഹിയെ അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ക്ലോത്ത്സ് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ നമ്മൾ പഠിച്ചത് ക്ലൈമറ്റും ക്ലോത്ത്സും ആണ്. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഡൽഹിയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്, സമ്മർ സീസണിൽ വെരി ഹോട്ടും വിൻ്റർ സീസണിൽ ഭയങ്കര തണുപ്പും ആണ്. പിന്നെ അവിടെ ഒരു ചൂട് കാറ്റടിക്കാറുണ്ട്. ലൂ എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഇതാണ് മെയ് ജൂൺ മാസങ്ങളിലാണ് ലൂ അവിടെ വീശാറുള്ളത്. പിന്നെ റെയിനി സീസൺ എന്ന് പറയുന്നത് എന്താണ്, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് അവിടുത്തെ റെയിനി സീസൺ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞത് ക്ലോത്ത്സ് ആണ്. ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പീപ്പിൾ ഫ്രം ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ലിവ് ഇൻ ഡൽഹി. ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലുള്ള വ്യക്തികളും ഡൽഹിയിൽ താമസമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വ്യത്യസ്ത തരം വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. മെൻസ് മോസ്റ്റായിട്ടും ധരിക്കുന്നത് ട്രൗസേഴ്സ് ആൻഡ് എന്താണ് ഷർട്ട്സ് ആയിരിക്കും അവർ ധരിക്കുക. മോസ്റ്റ് വിമൻസ് വെയർ സാരീസ് ഓർ സൽവാർ കമീസ്. മോസ്റ്റ് വിമൻസ് ധരിക്കുന്നത് സാരിയോ അല്ലെങ്കിൽ സൽവാർ കമീസോ ആയിരിക്കും. പിന്നെ എന്താണ്, വിമൻ ആൻഡ് ഗേൾസ് ക്യാൻ ഓൾസോ ബി സീൻ വെയറിങ് ട്രൗസേഴ്സ് ആൻഡ് സ്കേർട്ട്സ്. വിമൻസും ഗേൾസും ഒക്കെ എന്താണ്, അവർ ട്രൗസറുകളും സ്കേർട്ടും ഒക്കെ അവിടെ ധരിക്കാറുണ്ട്. പിന്നെ എന്താണ്, പീപ്പിൾസ് വ്യത്യസ്ത ഭാഷകളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, നമ്മുടെ ഡൽഹിനെ മിനി ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ അടുത്തത് അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സസൈസും കൂടെ ചെയ്യാം. എക്സസൈസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ മോണമെന്റ്, സമാധി, എംബസി ഇത്രയും പറഞ്ഞു തീർത്തല്ലോ. ഓക്കെ, ഇനിയുള്ളത് ലൂ ആണ്. ലൂ എന്താണ്, ലൂ എന്ന് പറയുന്നത്? ലൂ, ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് ആർ കോൾഡ് ലൂ. എന്താണ്, ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് ആർ കോൾഡ് ലൂ അല്ലേ. ചൂടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതുമായ കാറ്റിനെയാണ് നമ്മൾ ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ഒരു ക്വസ്റ്റ്യൻ ആണ്, 5th ക്വസ്റ്റ്യൻ. വൈ ഈസ് ഡൽഹി കോൾഡ് മിനി ഇന്ത്യ? എന്തുകൊണ്ടാണ് ഡൽഹിയെ മിനി ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ആൻസർ, വൈ ഈസ് ഡൽഹി കോൾഡ് മിനി ഇന്ത്യ? എന്താണ് ആൻസർ? We can find people wearing different kinds of dresses. People speak different languages and celebrate different festivals. അപ്പോൾ എന്താണ് പറയുന്നത്? We can find people wearing different kinds of dresses. People speak different languages and celebrate different festivals. എന്താണ്, അവർ വ്യത്യസ്ത തരം ഡ്രസ്സുകളാണ് ധരിക്കുന്നത്, അതുപോലെ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു, അതുപോലെ ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ് ആണ് അവർ ആഘോഷിക്കുന്നത്. ഓക്കെ, എന്താണ്, ഡിഫറെൻറ്റ് ഡ്രസ്സസ് ധരിക്കുന്നു, ഡിഫറെൻറ്റ് ഭാഷകൾ സംസാരിക്കുന്നു, അതുപോലെ ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ് അവർ ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ മിനി ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്തത് fill in the blanks with the options given in the box. ഓപ്ഷൻസ് നോക്കി ബോക്സിലുള്ളവ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻസ് പാർലമെന്റ്, ഹോമേജ്, ജൂലൈ, ക്യാപിറ്റൽ, യമുന. നോക്കി, ഫസ്റ്റ് വൺ, ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഡാഷ്. എന്താണ്, ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഡാഷ്. എന്താ പറയുന്നത്? ഡൽഹി ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? യമുന. ലാസ്റ്റ് ഓപ്ഷൻ യമുന. യമുന നദിക്കരയിലാണ് നമ്മുടെ ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എഴുതിയോ? YAMUNA, യമുന. എഴുതിയല്ലോ? ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ, the British government shifted the dash from Calcutta to Delhi in 1911. അപ്പോൾ കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് 1911 ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്താണ് മാറ്റങ്ങൾ അവിടെ വരുത്തിയത്? എന്ത് മാറ്റം വരുത്തി? എന്ത് ഷിഫ്റ്റ് ചെയ്തു? ക്യാപിറ്റൽ അല്ലെ, തലസ്ഥാനം, ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. CAPITAL, സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ, ക്യാപിറ്റൽ. The British government shifted the
capital from Calcutta to Delhi in 1911. 1911 കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചേഞ്ച് ചെയ്തു. അടുത്ത തേർഡ് വൺ, the sessions of Lok Sabha and Rajya Sabha are held in the Dash House. The sessions of Lok Sabha and Rajya Sabha are held in the Dash House. എവിടെയാണ് ലോക്സഭ രാജ്യസഭ സെഷൻസ് കാണുന്നത്? എവിടെയാണ്? പാർലമെന്റ് അല്ലേ? പാർലമെന്റ്, ഫസ്റ്റ് ഓപ്ഷൻ പാർലമെന്റ്, PARLIAMENT, പാർലമെന്റ്. പാർലമെന്റിലാണ് ലോക്സഭ രാജ്യസഭയൊക്കെ നമുക്ക് കാണാനായിട്ട് സെഷൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫോർത്ത് വൺ, people pay dash to Gandhiji at his samadhi in Rajghat. People pay dash to Gandhiji at his samadhi in Rajghat. രാജ്ഘട്ടിലെ ഗാന്ധിജിയുടെ സമാധിയിൽ പീപ്പിൾസ് എന്തർപ്പിക്കും? നമ്മൾ പുഷ്പാർച്ചന നടത്തും അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? ഹോമേജ്. ഹോമേജ്, HOMAGE, ഹോമേജ്, HOMAGE, ഹോമേജ്. സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഹോമേജ്. എഴുതിയോ? ഓക്കെ. അടുത്തത് ഫിഫ്ത്ത് വൺ, it rains mostly between dash and September. It rains mostly between dash and September. മഴക്കാലം, മഴക്കാലം, it rains mostly. ഡൽഹിയിലെ കാലാവസ്ഥയെ കുറിച്ച് പറയുന്നല്ലേ? അപ്പോൾ rains mostly between dash and September. ഇത്ര മുതൽ സെപ്റ്റംബർ വരെയാണ് അവിടുത്തെ മഴക്കാലം. ഏതാണ്? ജൂലൈ അല്ലേ? തേർഡ് ഓപ്ഷൻ ജൂലൈ. ജൂലൈ ഓക്കെ ആണോ? ജൂലൈ ആണല്ലോ. ഓക്കെ. ദെൻ അടുത്തത് റൈറ്റ് ട്രൂ ഓർ ഫോൾസ് ആണ്. ട്രൂ ഓർ ഫോൾസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കിക്കോളാം. നോക്കി, ഫസ്റ്റ് വൺ, ഉത്തർപ്രദേശ് ഈസ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ഡൽഹി. ഉത്തർപ്രദേശ് ഈസ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ഡൽഹി. ഡൽഹിയുടെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഉത്തർപ്രദേശ് കാണപ്പെടുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ. ഫസ്റ്റ് വൺ ട്രൂ. സെക്കൻഡ് ടു, the president of India lives in Mughal garden. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ താമസിക്കുന്നത് മുഗൾ ഗാർഡനിലാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. മുഗൾ ഗാർഡനിലല്ല താമസിക്കുന്നത് അല്ലേ? എവിടെയാണ് താമസിക്കുന്നത്? ഫാൾസ് ആണ് അല്ലേ? ഫോൾസ് ആണ്. രാഷ്ട്രപതി ഭവനിലാണ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ താമസിക്കുന്നത്. Then third one, the iron pillar near Qutub Minar has not rusted since it was built. നമ്മുടെ എന്താണ് കുത്തബ് മിനാറിനകത്തുള്ള അയൺ പില്ലർ, ഇരുമ്പ് തൂണെന്ന് പറയുന്നത് അത് നിർമ്മിച്ച നാൾ മുതൽ ഇന്ന് വരെ അതിന് തുരുമ്പ് വന്നിട്ടില്ല എന്നാ പറയുന്നത്. കറക്റ്റ് ആണോ? യെസ്. എന്താണ്? ട്രൂ ആണ്. അപ്പൊ തേർഡ് വൺ ട്രൂ. Then fourth one, Delhi is well connected to the rest of the country. Delhi is well connected to the rest of the country. ഡൽഹിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് പല രാജ്യങ്ങളുമായി ബന്ധങ്ങളുണ്ട് അല്ലേ? മറ്റ് രാജ്യങ്ങളുമായി ഡൽഹി രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല ബന്ധമാണ് ഉള്ളത് അല്ലേ? ആണ്. അപ്പോൾ എന്താണത്? ട്രൂ. ഫോർത്ത് വൺ ട്രൂ. അടുത്ത ഫിഫ്ത്ത് വൺ, the Amarjavan Jyoti at Gateway of India burns all the time. എന്താണ് അമർജവാൻ ജ്യോതി? നമ്മുടെ ഇന്ത്യ ഗേറ്റിനടുത്തുള്ള അമർജവാൻ ജ്യോതി ഏത് നേരവും എന്താ ബേൺ ചെയ്യുന്നുണ്ട്, കത്തിക്കൊണ്ടേ ഇരിക്കുന്നു. കറക്റ്റ് ആണോ? യെസ്. ഫിഫ്ത്ത് വൺ എന്താണ്? ട്രൂ ആണ്. ട്രൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ, ഉത്തർപ്രദേശ് ഈസ് ഇൻ ഈസ്റ്റ് ഓഫ് ഡൽഹി. ട്രൂ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലിവ്സ് ഇൻ മുഗൾ ഗാർഡൻ. ഫാൾസ്. The iron pillar near Qutub Minar has not rusted since it was built. True. Delhi is well connected to the rest of the country. True. The Amarjavan Jyoti at Gateway of India burns all the time. True. Okay ആണോ? Okay. Then അടുത്തത് match the following ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. Match the following. A column Haryana, Shahjahan, rainy season, Shandivan, Prime Minister's office. B column South Block, Jawaharlal Nehru, on three sides of Delhi, July to September, Jama Masjid. ഇപ്പം എന്താണ്? ഫസ്റ്റ് ഹരിയാന. ഹരിയാന, നമ്മൾ ഹരിയാന എന്ന് പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ ഡൽഹിയുടെ അയൽ സംസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം എന്തായിരിക്കും ഓപ്ഷൻ വരിക? ഓൺ ത്രീ സൈഡ്സ് ഓഫ് ഡൽഹി. ഡൽഹിയുടെ 3 സൈഡ് അല്ലേ? തേർഡ് ഓപ്ഷൻ ഓൺ ത്രീ സൈഡ്സ് ഓഫ് ഡൽഹി. ഡൽഹിയുടെ 3 സൈഡുകൾ എന്താണ്? ഹരിയാനയാണ്. അടുത്ത സെക്കൻഡ് വൺ ഷാജഹാൻ. ഷാജഹാൻ എന്താണ്?
എന്താണ് ഷാജഹാന്റെ നിർമ്മിതികൾ നമ്മൾ പഠിച്ചത്? ജമാ മസ്ജിദ്. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ, ഫിഫ്ത്ത് ഓപ്ഷൻ ജമാ മസ്ജിദ്. ജമാ മസ്ജിദ്. ഓക്കെ, അടുത്തത് തേർഡ് വൺ, റെയിനി സീസൺ. റെയിനി സീസൺ, മഴക്കാലം. മഴക്കാലം എന്ന് തൊട്ട് എന്ന് വരാണ്? ഫോർത്ത് ഓപ്ഷൻ ജൂലൈ ടു സെപ്റ്റംബർ. ജൂലൈ ടു സെപ്റ്റംബർ. അടുത്ത ഫോർത്ത് വൺ ശാന്തിവൻ. ശാന്തിവൻ ആരുടേതാണ്? ആരുടെ സമാധിയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ സമാധിയാണ് ശാന്തിവൻ അല്ലേ? ജവഹർലാൽ നെഹ്റു, സെക്കൻഡ് ഓപ്ഷൻ. അടുത്തത് ഫിഫ്ത്ത് വൺ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എവിടെയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് കാണപ്പെടുന്നത്? സൗത്ത് ബ്ലോക്ക്. ഓപ്ഷൻ എ സൗത്ത് ബ്ലോക്ക്. സൗത്ത് ബ്ലോക്ക്. ഓക്കെ ആണോ? സൗത്ത് ബ്ലോക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര എഴുതി എടുത്തല്ലോ? ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത് നല്ലതുപോലെ പഠിക്കുക. സോഷ്യൽ സ്റ്റഡീസ് നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോർഷൻസ് ഉള്ളത്. അപ്പോൾ നല്ലതുപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ 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 നെക്സ്റ്റ് നമ്മൾ ബേസ് സയൻസിൻ്റെ എക്സസൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റിലെടുക്കുക, എക്സസൈസ് എടുക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഐഡന്റിഫൈ ലൂമിനസ് ആൻഡ് നോൺ ലൂമിനസ് ഒബ്ജക്ട്സ്. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുവാണ്. ലൂമിനസ് ഒബ്ജക്ട്സും നോൺ ലൂമിനസ് ഒബ്ജക്ട്സും നിങ്ങൾ ലൂമിനസ് നോൺ ലൂമിനസ് എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺ. സൺ എന്ന് പറയുന്നത് ഒരു ലൂമിനസ് ഒബ്ജക്റ്റ് ആണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. നെക്സ്റ്റ് ബുക്കാണ്. ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? പ്രകാശിക്കുന്നില്ല, നോൺ ലൂമിനസ് ആണ്. അപ്പോൾ ലൂമിനസ് നോൺ ലൂമിനസ് എന്ന് എഴുതി അത് കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് ടീച്ചറിനോട് ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ ദെൻ അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് ട്രാവൽസ് ഇൻ എ ഡാഷ് ലൈൻ. ലൈറ്റ് ട്രാവൽസ് ഇൻ എ ഡാഷ് ലൈൻ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പേജ് നമ്പർ 211 എടുക്കാം. 211. അതിൽ സ്നിപ്പെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കോളം കണ്ടോ? അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വെൻ എനി ഓബ്ജെക്ട് ബ്ലോക്സ് ദ പാത്ത് ഓഫ് ലൈറ്റ്, ഷാഡോസ് ആർ ഫോംഡ്. അപ്പോൾ എന്താ പറയുന്നത്? ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മുടെ ലൈറ്റ്, പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. നേരെയാണ് എല്ലാ പ്രകാശവും സഞ്ചരിക്കുന്നത്. പ്രകാശം നേരെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ? നേർരേഖ. സൂര്യൻ അവിടെയാണെങ്കിൽ ആ ഒരു ചെരിങ്ങനെ അല്ലേ, നേർരേഖയിലാണ്. മുകളിലാണെങ്കിൽ താഴോട്ട്, ഈ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട്. അങ്ങനെയാണ് ആ പ്രകാശം നേർരേഖയിലാണ്, സ്ട്രെയിറ്റ് ലൈനിലാണ് പതിക്കുന്നത്. When any object blocks the path of light, shadows are formed. ഏതെങ്കിലും ഒരു നമ്മൾ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, ആ നേർരേഖയിൽ പതിക്കുന്ന ആ ലൈറ്റിന് മുന്നിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അതിന് പുറകിലായി എന്തുണ്ടാവും? എന്താണ്? നിഴലുകൾ രൂപപ്പെടും അല്ലേ? ചിലപ്പോൾ രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് ആ സൂര്യൻ്റെ ഭാഗത്തായിട്ട് ഒരു മരം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ആ പ്രകാശം മരത്തിൽ തട്ടും. അപ്പോൾ അതവിടെ എന്താവും? ആ ലൈറ്റ് അവിടെ ബ്ലോക്ക് ആവും അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? അവിടെ നിഴല് കാണാനായിട്ട് സാധിക്കുന്നു അല്ലേ? ആ മരത്തിൻ്റെ നിഴൽ അവിടെ കാണുന്നു. അപ്പോൾ ഒരു പ്രകാശം നേർരേഖയിൽ, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതാണ് നമ്മുടെ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ആ വിട്ടുപോയ ഭാഗം? ഏതാണ്? ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ്? ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ. STRAIGHT. സ്ട്രെയിറ്റ് ലൈൻ. സെക്കൻഡ് വൺ, our sense of sight will be dash without light. എന്താണ് പറയുന്നത്? our sense of sight will be dash without light. എന്നാ പറയുന്നത്? നമ്മുടെ സെൻസ്, നമ്മുടെ കാഴ്ചശക്തി ലൈറ്റ് ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും എന്നാ പറയുന്നത്? ലൈറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ കാഴ്ചശക്തി എന്തായിരിക്കും? നമ്മൾ കാണാത്ത പോലെ അല്ലേ, കാഴ്ച ഇല്ലാത്തതുപോലെ ആയിരിക്കും എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? ഇംപയർഡ്. IMPAIRED. impaired. Our sense of sight will be impaired without light. ലൈറ്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കാഴ്ചശക്തി ഇല്ലാത്തതുപോലെ അവസ്ഥയിലായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ, ഹ്യൂമൻ ഐസ് perceive light that is dash into it. ഹ്യൂമൻ ഐസ് perceive light that is dash into it. മനുഷ്യന്റെ കണ്ണുകൾ അതിൽ എങ്ങനെ വരുന്ന പ്രകാശത്തെ മനസ്സിലാക്കുന്നു? എങ്ങനെ വരുന്ന ഒരു പ്രകാശം നമ്മുടെ ഒരു വസ്തുവിലേക്ക് തട്ടുന്നു, അതെന്ത് ചെയ്യുന്നു?
എന്താണത്? നമ്മൾ റിഫ്ലക്ഷൻ ആണ് അല്ലേ? നമ്മൾ എന്താ പറയുന്നത്, മനുഷ്യന്റെ കണ്ണുകൾ അതിൽ പ്രതിഫലിപ്പിക്കുന്ന പ്രകാശം മനസ്സിലാക്കുന്നു എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ human eyes perceive light that is reflected into it. Reflected, 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 reflected. Okay, അടുത്തത് fourth one. Dash are created by vibrations. Dash are created by vibration. Vibrations ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ്? Sound waves. Sound waves create ചെയ്യുന്നത് എന്താണ്? Vibrations ആണ്. Sound waves are created by vibrations. എന്താണ്? Sound waves are created by vibrations. എന്താണ് sound waves ന്റെ spelling? SOUNDWAVES. Sound waves. Sound waves are created by vibrations. അടുത്ത fifth one. Pleasant sounds follow a particular dash. Pleasant sounds follow a particular dash. Pleasant ആയിട്ടുള്ള നല്ല സൗണ്ട് എന്താണ്? പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇത് പുറപ്പെടുവിക്കുന്നത്. എന്താണ്? റിതം അല്ലേ? ഒരു താളം അല്ലേ? ഇതെന്താണ് പറയുന്നത്? Pleasant sounds follow a particular rhythm. RHYTHM. RHYTHM, rhythm. Okay. അടുത്ത sixth one. Low vibrations create dash sounds. Low vibrations create dash sounds. Low vibrations അല്ലേ? പതുക്കെയുള്ള വൈബ്രേഷൻ, ചെറിയ വൈബ്രേഷനുകൾ എങ്ങനെയുള്ള സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു? ലോ സൗണ്ട്സ് അല്ലേ? ലോ സൗണ്ട്സ്, കുഞ്ഞു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ലോ വൈബ്രേഷൻസ് ക്രിയേറ്റ് ലോ സൗണ്ട്സ്. LOW, ലോ സൗണ്ട്സ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായല്ലോ. fill in the blanks. Light travels in a straight line. Our sense of sight will be impaired without light. Human eyes perceive light that is reflected into it. Sound waves are created by vibrations. Pleasant sounds follow a particular rhythm. Low vibrations create low sounds. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതെല്ലാം നമ്മൾ അടുത്തത് തേർഡ് വൺ വേണ്ട, ഫോർത്ത് വൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നോക്കിയേ. 1 sun, 2 opaque, 3 bulb, 4 scream, 5 loud sound, 6 sound waves. Next column A created by vibration, B luminous objects, C irregular sound waves, D does not allow light to pass through, E use electrical energy, F fast vibrations. അപ്പോൾ എന്താണ് നോക്കിയേ? Match the following. First one, sun. Sun എന്ന് പറയുന്നത് എന്താണ്? ലൂമിനസ് ഒബ്ജക്റ്റ് ആണ് സൺ. അപ്പോൾ ഓപ്ഷൻ ബി. ബി കണ്ടോ? ബിയിലേക്ക് മാച്ച് ചെയ്യുക. അടുത്ത 2 ഒപ്പേക്ക്. എന്താണ് ഒപ്പേക്ക് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഒപ്പേക്ക് എന്നാണ് എന്താണ്? ഡി, ഓപ്ഷൻ ഡി ആണ്. ഡസ് നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ. ഒരു പ്രകാശം അപ്പുറത്തേക്ക് കടക്കുന്നില്ല, പ്രകാശം കടക്കാത്തത് ഒപ്പേക്ക്. ഒപ്പേക്ക്. ഓക്കെ, ഡി, ഓപ്ഷൻ ഡി. അടുത്തത് 3 ബൾബ്. ബൾബ് എന്ന് പറയുന്നത് എന്താണ്? ലൂമിനസ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ലൂമിനസ് ഒബ്ജക്ട്സ് ആയ ബൾബ് എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഇ ആണ്. യൂസസ് ഇലക്ട്രിക്കൽ എനർജി. അതെങ്ങനെ പ്രകാശിക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് സ്വയം പ്രകാശിക്കുന്നു. യൂസസ് ഇലക്ട്രിക്കൽ എനർജി. അടുത്തത് സ്ക്രീം. എന്താണ് സ്ക്രീം എന്ന് പറയുന്നത്? എന്താണ്? ഓപ്ഷൻ സി ഇറഗുലർ സൗണ്ട് വേവ്സ്. ഇറഗുലർ സൗണ്ട് വേവ്സ്, റെഗുലർ ആയിട്ടല്ലാത്ത സൗണ്ട് തരംഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രീം എന്ന് പറയുന്നത് അല്ലേ? സ്ക്രീം. അടുത്തത് ഫിഫ്ത്ത് വൺ, ലൗഡ് സൗണ്ട്. ഉറക്കെയുള്ള ശബ്ദം. അപ്പൊ എന്താണ്? ഓപ്ഷൻ എഫ് ഫാസ്റ്റ് വൈബ്രേഷൻ. ലൗഡ് സൗണ്ട്സ് ക്രിയേറ്റ് ഫാസ്റ്റ് വൈബ്രേഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ലൗഡ് സൗണ്ട്, എഫ് ഫാസ്റ്റ് വൈബ്രേഷൻസ്. അടുത്ത സിക്സ്ത് വൺ, സൗണ്ട് വേവ്സ്. സൗണ്ട് തരംഗങ്ങൾ എന്താണ്? ഓപ്ഷൻ എ ക്രിയേറ്റഡ് ബൈ വൈബ്രേഷൻസ് അല്ലേ? ക്രിയേറ്റഡ് ബൈ വൈബ്രേഷൻ. സൗണ്ട് വേവ്സ് എങ്ങനെ ഉണ്ടാകുന്നു? വൈബ്രേഷനുകൾ വഴിയാണ് ഉണ്ടാവുന്നത്. മാച്ച് ചെയ്തോ? ഓക്കെ, അപ്പൊ സൺ എന്ന് പറയുന്നത്
luminous objects, opaque, does not allow light to pass through, bulb, uses electrical energy, screen, irregular sound waves, loud sound, fast vibrations, sound waves created by vibrations. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, നല്ലതുപോലെ വൃത്തിയായിട്ട് എഴുതുക, നല്ലതുപോലെ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ചോദിക്കാം. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other. So far is the echo, where do we start? You can learn to discover a million stars. Good morning dear students. ടീച്ചറിന് കമ്പ്യൂട്ടർ എടുക്കാൻ പോകുന്നത് കുറച്ച് ദിവസമായി നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടല്ലേ. കുഴപ്പമില്ല, കുഞ്ഞൊരു ചാപ്റ്ററാണ്. നമുക്ക് രണ്ട് ക്ലാസ് മതി നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇനി തീർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 6 ഇൻട്രൊഡക്ഷൻ ടു പെയിന്റ് ആണല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അതുപോലെ ടൂൾസ് ഇൻ ദ ടൂൾ ബോക്സ് അല്ലേ, ടൂൾ ബോക്സിൽ കാണുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അത് ഏതൊക്കെയായിരുന്നു? പെൻസിൽ, ബ്രഷ്, എയർ ബ്രഷ്, ടെക്സ്റ്റ്, ലൈൻ, curve, rectangle, polygon, ellipse, oval, cutout, then cloud cutout, heart, pink color, magnifier. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഷേപ്സ് ഇൻ ബ്രഷസ് പഠിച്ചു അല്ലേ. ബ്രഷസിനകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്. അടുത്തിനി പഠിക്കാൻ പോകുന്നത് യൂസിങ് സെലക്ട് ടൂൾ അല്ലേ. സെലക്ട് യൂസിങ് സെലക്ട് ടൂൾ. അപ്പോൾ പേജ് നമ്പർ 66 ആണ്. ഫസ്റ്റ് പറയുന്നത് റെക്ടാങ്കുലർ സെലക്ഷൻ അല്ലേ. നമുക്ക് ടൂളിൽ നിന്നും എങ്ങനെയാണ് ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഒരു ഭാഗം സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഒരു പിക്ചർ തന്നിരിക്കുന്നു. ഇപ്പൊ ആ ഒരു പിക്ചറിലേക്ക് അപ്പുറത്തെ പെണ്ണുങ്ങളുടെ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാ നോക്കി, ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫ്ലവറിന്റെ ഒരു റോസ് അല്ലേ, റോസാപ്പൂവാന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും ഒരു ഫ്ലവറിന്റെ ഒരു പിക്ചർ തന്നിട്ട് അതിനെ റെക്ടാങ്കിൾ ഷേപ്പിൽ അതിന്റെ പൂവിന്റെ ആ ഭാഗം മാത്രം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ അത് കണ്ടോ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ? അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു പിക്ചർ തന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം റെക്ടാങ്കിൾ ഷേപ്പിൽ അത് അവിടെ നിന്നും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കി, rectangular selection is used to select a rectangular area in a drawing or image. To select a part of an image using this tool, follow the given steps. അതായത് റെക്ടാങ്കുലർ സെലക്ഷൻ എന്നാൽ റെക്ടാങ്കുലർ സെലക്ഷൻ ഈസ് യൂസ്ഡ് ടു സെലക്ട് എ റെക്ടാങ്കുലർ ഏരിയ ഇൻ എ ഡ്രോയിങ് ഓർ ഇമേജ്. അല്ലെ, നമ്മൾ വരയ്ക്കുന്ന ഒരു പിക്ചർ, ഒരു ഡ്രോയിങ് അല്ലേ, അത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ്, ഒരു പിക്ചർ ആയിക്കോട്ടെ, അവിടെ നിന്നും നമ്മൾക്ക് റെക്ടാങ്കുലർ ഷേപ്പിൽ ആ പിക്ചർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടാങ്കുലർ സെലക്ഷൻ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ അതിന്റെ സെലക്ട് അല്ലെങ്കിൽ അതിനുള്ള സ്റ്റെപ്സ് അല്ലെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കിയേ, സ്റ്റെപ്പ് 1 എന്താണ്? ക്ലിക്ക് ദ സെലക്ട് ടൂൾ ആൻഡ് സെലക്ട് റെക്ടാങ്കുലർ സെലക്ഷൻ ഓപ്ഷൻ ഫ്രം സെലക്ഷൻ ഷേപ്സ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? സെലക്ട് ടൂളിൽ ക്ലിക്ക് ചെയ്യുക അല്ലെ, ക്ലിക്ക് ദ സെലക്ട് ടൂൾ അല്ലെ, സെലക്ട് ടൂൾ ക്ലിക്ക് ചെയ്യുക ആൻഡ് സെലക്ട് റെക്ടാങ്കുലർ സെലക്ഷൻ ഓപ്ഷൻ ഫ്രം ദ സെലക്ഷൻ ഷേപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ എന്താണ് സെലക്ട് എന്നുള്ള ഒരു നമ്മളിങ്ങനെ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് വരും? നിങ്ങൾക്ക് അവിടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവിടെ നോക്കിക്കേ, കണ്ടോ ഒരു റെക്ടാങ്കുലർ കണ്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സെലക്ട് എന്ന് പറഞ്ഞൊരു യെല്ലോ കളറിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെലക്ഷൻ ഷേപ്പ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കും. കണ്ടോ താഴോട്ട് കണ്ടോ സെലക്ഷൻ ഷേപ്പ് വന്നിട്ട് അവിടെ കണ്ടോ റെക്ടാങ്കുലർ
റെക്റ്റാങ്കുലർ സെലക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നന്നായിട്ടൊന്ന് നോക്കിയേ. അവിടെ സെലക്ട് എന്ന് പറയുന്നതാണ് അവിടെ ഒരു യെല്ലോ കളറിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് തൊട്ട് താഴോട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു യെല്ലോ കളർ കാണിക്കുന്നുണ്ടോ, റെക്റ്റാങ്കുലർ ഷേപ്പ് കണ്ടോ, റെക്റ്റാങ്കുലർ ഷേപ്പിൽ കണ്ടോ, അതാണ് എൻ്റെ റെക്റ്റാങ്കുലർ സെലക്ഷൻ. റെക്റ്റാങ്കുലർ ഷേപ്പ് പോലെ വരും, അതാണ് എൻ്റെ റെക്റ്റാങ്കുലർ സെലക്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ റെക്റ്റാങ്കുലർ ആയിട്ടൊരു ബോക്സ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. Then step 2, click the area you want to select and drag the mouse over the area of the drawing until it is selected. ഇനി നമുക്ക് എവിടെയാണോ നമുക്ക് ഈ റെക്റ്റാങ്കുലർ ഷേപ്പിൽ സെലക്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, നമ്മൾ മൗസ് വെച്ചിട്ട് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ചിട്ടിരുന്നത്. പിന്നെ മൗസ് ഇങ്ങനെ അനക്കും തോറും ആ റെക്റ്റാങ്കുലർ എന്നുള്ള ആ ചെറിയൊരു ബോക്സ് പോലെ ഒരു കാര്യമായിരിക്കും. അതിൻ്റെ ഈ മൗസ് നമ്മളിങ്ങനെ അനക്കുന്നതനുസരിച്ച് അതിങ്ങനെ വലുതായി വലുതായി വലുതായിട്ട് വന്ന് വന്ന് നമുക്ക് ഏത് ഭാഗം എത്രത്തോളം നമുക്ക് റെക്റ്റാങ്കുലറിൽ കട്ട് ചെയ്തെടുക്കണം അവിടെ വെച്ച് എന്ത് ചെയ്യുക, മൗസ് മാറ്റുക. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം നമുക്ക് പിക്ചർ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന പടമാണെങ്കിലോ എന്തായാലും ആ ഭാഗം ആ റെക്റ്റാങ്കുലർ പോലെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ക്ലിക്ക് ദ സെലക്ട് ടൂൾ ആൻഡ് സെലക്ട് റെക്റ്റാങ്കുലർ സെലക്ഷൻ ഓപ്ഷൻ ഫ്രം സെലക്ഷൻ ഷേപ്പ്. ആദ്യം നമ്മൾ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ അത് ടൂള് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തുറന്ന് വരുന്ന സെലക്ഷൻ ഷേപ്സ് എന്നുള്ളൊരു കോളം പോലെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഉണ്ട്. അതിൽ നിന്നും ഫസ്റ്റ് കിടക്കുന്ന റെക്റ്റാങ്കുലർ സെലക്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ്, ക്ലിക്ക് ദ ഏരിയ യു വാണ്ട് ടു സെലക്ട്. നമുക്ക് എവിടെയാണോ എന്ത് സ്ഥലത്താണോ നമുക്കിത് വേണ്ടത് അവിടെ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് മൗസ് കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുക. ആൻഡ് ഡ്രാഗ് ദ മൗസ് ഓവർ ദ ഏരിയ ഓഫ് ദ ഡ്രോയിങ് അണ്ടിൽ ഇറ്റ് ഈസ് സെലക്റ്റഡ്. ഇനി നമ്മൾ ആ മൗസ് എന്ത് ചെയ്യുക, ഇങ്ങനെ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, നീക്കുക അല്ലെ. നമ്മൾ നീക്കുന്നതിനനുസരിച്ച് ആ റെക്റ്റാങ്കുലർ ആ ചെറിയൊരു ബോക്സ് പോലെ ഒന്നായിരിക്കും അതിങ്ങനെ വലുതായി 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 വരും. അപ്പം നമുക്ക് എത്ര ഭാഗമാണോ റെക്റ്റാങ്കുലർ ആയിട്ട് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമുക്ക് വേണ്ടത് അത് ഫുള്ള് അങ്ങനെ ആ ഒരു ബോക്സ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മൗസ് മാറ്റുക. അപ്പം നമുക്ക് അത്രയും ഭാഗം റെക്റ്റാങ്കുലർ ഷേപ്പിൽ സെലക്ട് ആയിട്ട് കിട്ടും. ഓക്കെ, then you can see a box with dotted lines. അപ്പോൾ നമ്മൾ ആ റെക്റ്റാങ്കുലർ ബോക്സിന്റെ ഡോട്ടഡ് ആയിട്ടാണ് കാണുന്നത്. നല്ലൊരു ലൈനായിട്ട് കാണത്തില്ല, ഡോട്ടഡ് ലൈനായിട്ടായിരിക്കും കാണുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് ദ ഏരിയ ഹാസ് ബീൻ സെലക്ടഡ്. എന്നിട്ട് ആ ഡോട്ട് പോലെ നമുക്ക് കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് യൂസിങ് സെലക്ട് ടൂളിനകത്ത് റെക്റ്റാങ്കുലർ സെലക്ഷൻ ആണ്. റെക്റ്റാങ്കുലർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ സെലക്ഷൻ ഈസ് യൂസ്ഡ് ടു സെലക്ട് എ റെക്റ്റാങ്കുലർ ഏരിയ ഇൻ എ ഡ്രോയിങ് ഓർ ഇമേജ്. നമുക്കൊരു പടം വരച്ച സ്ഥലം അല്ലെങ്കിൽ ഒരു ഇമേജ് എന്തും ആയിക്കോട്ടെ അവിടെ നമുക്കൊരു പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ പ്രത്യേക ഏരിയ നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ റെക്റ്റാങ്കുലർ സെലക്ഷൻ ഉപയോഗിക്കുന്നത്. രണ്ട് സ്റ്റെപ്പും ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പേജ്. ഇനി അടുത്തത് പറയാനുള്ളത് ഫ്രീ ഫോം സെലക്ഷൻ ആണ്. ഫ്രീ ഫോം സെലക്ഷൻ എന്ന് പറയുമ്പോൾ പേജ് നമ്പർ 68 ആദ്യമുണ്ട് ഫ്രീ ഫോം സെലക്ഷൻ. നോക്കിയേ, നിങ്ങൾക്ക് അവിടെ ഒരു പിക്ചർ കണ്ടോ, ഒരു വെള്ള റോസും നല്ലൊരു കടുത്ത ഒരു മെറൂൺ പോലെ കളറുള്ള റോസും. അപ്പം ആ മെറൂൺ റോസിൻ്റെ നടുക്കായിട്ട് കണ്ടോ കുറച്ച് ഭാഗം എന്ത് ചെയ്തു, അവിടെ നിന്ന് അങ്ങ് സെലക്ട് ചെയ്ത് ആ റോസയുടെ കുറച്ച് ഭാഗം കാണാനില്ല, ഒരു വൈറ്റ് കളറിൽ കാണുക. സൈഡിലോട്ട് നോക്കുമ്പോൾ അത്രയും ഭാഗം എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് ഭാഗം ഒരു പിക്ചറിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റുന്നു. അതാണ് ഫ്രീ ഫോം സെലക്ഷൻ. നോക്കിയേ, ഫ്രീ ഫോം സെലക്ഷൻ ടൂൾ ഈസ് യൂസ്ഡ് ടു സെലക്ട് ഇറഗുലറി ഷേപ്ഡ് ഏരിയാസ്. അതായത് ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ്, കറക്റ്റ് ഷേപ്പിലൊന്നും അല്ലാത്ത ആ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ഫോം സെലക്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ഓൺ സെലക്ട് ടൂൾ ആൻഡ് ദെൻ സെലക്ട് ഫ്രീ ഫോം സെലക്ഷൻ ഓപ്ഷൻ ഫ്രം സെലക്ഷൻ ഷേപ്സ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആദ്യം സെലക്ട് ടൂൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സെലക്ട് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ഷൻ ഷേപ്പിൽ നിന്നും ഫ്രീ ഫോം സെലക്ഷൻ, നിങ്ങൾ ആ തൊട്ട് മുമ്പത്തെ പേജ് ഒന്ന് എടുത്തേ, അതെ ഈ പേജ് ഒന്നും എടുത്തേ. എന്നിട്ട് നമ്മുടെ ആ മുകളിൽ ആ പിക്ചർ ഒന്ന് നോക്കിയേ. നോക്കുമ്പോൾ ഫസ്റ്റ് അവിടെ ആ സെലക്ട് പോലെ യെല്ലോ കളറുണ്ട്. അപ്പോൾ ആ ടൂള് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു റെക്റ്റാങ്കുലർ സെലക്ഷൻ ഉണ്ട്. ആ റെക്റ്റാങ്കുലർ സെലക്ഷൻ ഒരു യെല്ലോ കളറിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നോക്കി ഫ്രീ ഫോം സെലക്ഷൻ കണ്ടോ കിടക്കുന്നത്, ഫ്രീ ഫോം സെലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ
സെലക്ട് ചെയ്യുന്നതാണ് ഫ്രീ ഫോം സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതാണ് പറയുന്നത് ഫസ്റ്റ് ക്ലിക്ക് ഓൺ സെലക്ട് ടൂൾ. ആദ്യം നമ്മൾ റെക്റ്റാങ്കുലർ സെലക്ഷൻ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ സെലക്ട് ടൂള് ക്ലിക്ക് ചെയ്യുക. ദെൻ തുടർന്ന് എന്ത് ചെയ്യുക, സെലക്ട് ഫ്രീ ഫോം സെലക്ഷൻ ഓപ്ഷൻ ഫ്രം ദ സെലക്ഷൻ ഷേപ്പ്. ആ സെലക്ഷൻ ഷേപ്പിൽ നിന്ന് ആ താഴെയുള്ള ബോക്സിൽ നിന്നും ഫ്രീ ഫോം സെലക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും. Second step, now click on the area you want to select and drag the mouse irregularly around the object. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണോ തിരഞ്ഞെടുക്കാനായിട്ട് നിശ്ചയിച്ചത്, അതായത് ഇപ്പം നിങ്ങളൊരു ഇവിടെ ചെയ്താൽ നോക്കിയ ഒരു പിക്ചറാണ് അല്ലേ, റോസിൻ്റെ പിക്ചറാണ്. അവിടെ അവർ ആ ഒരു മെറൂൺ കളർ പോലത്തെ ഉള്ള റോസിൻ്റെ ആ ഭാഗമാണ് സെലക്ട്. അപ്പം നമ്മൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, മൗസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒബ്ജക്റ്റിന് നമുക്ക് എത്ര ഭാഗമാണോ വേണ്ട ഒബ്ജക്റ്റിന് ചുറ്റും മൗസ് കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് മൗസ് അങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. ഇപ്പോൾ എന്താ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ആ പിക്ചർ കണ്ടോ, ആ പിക്ചർ ആ റോസിൻ്റെ ഒരു ഏകദേശം ഒരു മിഡിൽ പോർഷൻ ആണ് കണ്ടോ. അപ്പം ആ ഒരു നമുക്ക് എവിടാണോ എന്താണോ വേണ്ടത് അതിൻ്റെ ആ ഭാഗത്തിന് ചുറ്റും എന്ത് ചെയ്യുക, മൗസ് കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഒന്ന് നീക്കി കഴിഞ്ഞിട്ട് മാറ്റുമ്പോൾ നമ്മൾ എവിടൊക്കെയാണോ മൗസ് കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ആ ഇടയ്ക്കുള്ള ഭാഗം എന്ത് ചെയ്യും, അവിടെ നിന്ന് മാറും. അതവിടെ പിന്നെ കാണത്തില്ല. അതാണ് ഫ്രീ ഫോം സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ്, വെൻ യു റിലീസ് ദ മൗസ്, നമ്മൾ ആ മൗസ് റിലീസ് ചെയ്യുമ്പോൾ ദ ഡിസൈഡ് ഏരിയ വിൽ ബി സെലക്റ്റഡ്. ആവശ്യമുള്ള ഏരിയ നമ്മൾ എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കും. അതായത് അത്രയും നമുക്ക് എന്തായിരുന്നോ വേണ്ട ആ ഭാഗം അവിടെ നിന്നും ഈ പിക്ചറിൽ കാണുന്നത് പോലെ അവിടെ നിന്നും അങ്ങ് ഫ്രീ ആവും, മാറും. കണ്ടോ? അപ്പോൾ ഫ്രീ ഫോം സെലക്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ഫോം സെലക്ട് ടൂൾ ഈസ് യൂസ്ഡ് ടു സെലക്ട് ഇറഗുലറി ഷേപ്ഡ് ഏരിയാസ്. ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് അല്ലെ ഇറഗുലറി ഷേപ്ഡ് ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഫ്രീ ഫോം സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലിക്ക് ഓൺ സെലക്ട് ടൂൾ ആൻഡ് ദെൻ സെലക്ട് ഫ്രീ ഫോം സെലക്ഷൻ ഓപ്ഷൻ ഫ്രം സെലക്ഷൻ ഷേപ്പ്. അല്ലെ ആദ്യം നമ്മൾ സെലക്ട് ടൂളിൽ നിന്ന് എന്ത് ചെയ്യുക, ആ സെലക്ട് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും വരുന്ന സെലക്ഷൻ ഷേപ്സിൽ നിന്നും രണ്ടാമത് കിടന്ന ഫ്രീ ഫോം സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം now click on the area you want to select and drag the mouse irregularly around the object. then എന്ത് ചെയ്യുക, നമുക്ക് എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ആണോ വേണ്ടത് അവിടെ മൗസ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ചുറ്റും എന്ത് ചെയ്യുക, മൗസ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യുക, ഒന്ന് അനക്കി ഇങ്ങനെ വെക്കുക. then when you release the mouse, നമ്മൾ ആ മൗസ് അവിടെ നിന്ന് മാറ്റുമ്പോൾ the desired area will be selected. നമ്മൾ എന്തായിരുന്നോ നമുക്ക് വേണ്ട ഭാഗം എന്ത് ചെയ്യും, നമ്മൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടും. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് പറഞ്ഞത് റെക്ടാങ്കുലർ സെലക്ഷനും സെക്കൻഡ് പറഞ്ഞത് ഫ്രീ ഫോം സെലക്ഷനും ആണ്. ഡൗട്ട് ഒന്നും ഇല്ലേ രണ്ടെണ്ണത്തിലും? ഇനി പറയുന്നത് വ്യൂ മെനു അല്ലെ. വ്യൂ മെനു എന്താ നോക്കിയേ, given below are the options found in the view menu. അല്ലെ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് വ്യൂ മെനുവിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഏതൊക്കെയാ നോക്കി, സൂം ഇൻ. സൂം ഇൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അതിന് മുകളിലായിട്ട് കണ്ടേ വ്യൂ മെനു ബാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ബോക്സ് പോലെ കണ്ടോ. ഇത് ആദ്യം കണ്ടോ ഒരു ലെൻസ് പോലെ വന്നിട്ട് അതിനകത്ത് ഒരു ആഡ് ഒരു അഡീഷൻ സൈൻ ഒരു പ്ലസ് സൈൻ കണ്ടോ. അതാണ് എന്തെന്ന് പറയുന്നത് സൂം ഇൻ. നമുക്കൊരു കാര്യം സൂം ഇൻ ചെയ്യുമ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്ത് വരും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നന്നായിട്ട് നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമാണ്. ഇപ്പോൾ സൂം ഇൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ വലുതായിട്ട് വരും. ദെൻ സെക്കൻഡ് സൂം ഔട്ട്. സൂം ഔട്ടും ഉണ്ട് കണ്ടേ ഇവിടെ പിക്ചറിലെ രണ്ടാമതൊരു മൈനസ് ആയി കണ്ടോ, ലെൻസ് പോലെ വന്നിട്ടൊരു മൈനസ് ആയി, അതാണ് സൂം ഔട്ട്. അതായത് നമ്മൾ സൂം ഇൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ ഭയങ്കര ലാർജ് ഭയങ്കര വലുതായിട്ട് തോന്നും. സൂം ഔട്ട് ആവുമ്പോൾ എന്ത് ചെയ്യും, അത് ആ സൈസ് അങ്ങ് വീണ്ടും നോർമൽ ചെറുതായിട്ട് മാറും. ദെൻ അടുത്തത് 100%, 100%. ഇത് കഴിഞ്ഞിട്ട് റൂളേഴ്സ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ദെൻ ഗ്രിഡ് ലൈൻസ്, ദെൻ അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് ബാർ, ദെൻ ഫുൾ സ്ക്രീൻ. ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അറിയാമോ, നമുക്ക് പിക്ചർ ചിലപ്പോൾ ആദ്യം തുറന്നു വരുമ്പോൾ സ്ക്രീനിൻ്റെ പകുതിയൊക്കെ കാണത്തുള്ളൂ. എക്സാമ്പിൾ നിങ്ങൾ ഫോണിനകത്തൊക്കെ നോക്കുമ്പോഴേ നിങ്ങൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആദ്യം നമ്മളൊരു വീഡിയോ എടുക്കുമ്പം നമ്മുടെ ഫോണിൻ്റെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അതിന് ഏറ്റവും താഴെയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണാം ഒരു സ്ക്രീനിൻ്റെ. അപ്പോൾ അതിനുശേഷം എന്താണ് നമ്മുടെ നമ്മുടെ ആ ഒരു ഫോണിൻ്റെ സ്ക്രീൻ ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റും ഇല്ലേ. അതാണ് എൻ്റെ ഫുൾ സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉണ്ട് സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ. സ്റ്റാറ്റസ് ബാർ അതാണ് ഏറ്റവും ഇപ്പോഴത്തെ പിക്ചർ നോക്കിക്കേ, നിങ്ങൾക്ക് പേജ് നമ്പർ 16 ആയതിനകത്ത് ഏറ്റവും താഴെ കാണിക്കുന്നുണ്ടല്ലോ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടു. സ്റ്റാറ്റസ് ബാർ
ഓക്കെ, അപ്പം വ്യൂ മെനുവിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പഠിക്കണം. വ്യൂ മെനുവിനകത്ത് സൂം ഇൻ, സൂം ഔട്ട്, 100%, റൂളേഴ്സ്, ഗ്രിഡ് ലൈൻസ്, സ്റ്റാറ്റസ് ബാർ, ഫുൾ സ്ക്രീൻ, ഇത്രയും കാര്യങ്ങളാണ്, ഇത്ര ഓപ്ഷൻസ് ആണ് നമ്മുടെ വ്യൂ മെനുവിനകത്ത് ഉള്ളത്. അടുത്ത തന്നെ അതിനകത്ത് തന്നെ പറയാൻ പോകുന്നതാണ് സൂം ഇൻ എന്നുള്ളത്. സൂം ഇൻ എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞ ഒരു പിക്ചർ ഭയങ്കര എൻലാർജ് ചെയ്ത് കാണിക്കും, വളരെ വലുതായിട്ട് കാണിക്കും അല്ലേ. നോക്കിയേ പേജ് നമ്പർ 16 അതിനകത്ത് കണ്ടോ, ഒരു മാനിന്റെ തലയാണ് അല്ലേ, മാനിന്റെ കണ്ണും മൂക്കും ചെവിയും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് അടുത്ത് കാണുന്നത് പോലെ അല്ലേ. അതിന്റെ ഒരു മാൻ ഫുൾ ഒരു ബോഡി മൊത്തത്തിൽ കാണിക്കുന്ന ഒരു മാനായിരിക്കും അല്ല. നമ്മൾ സൂം ഇൻ ചെയ്യുമ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് വലുതാവുമ്പോൾ അതിന്റെ ആ തലഭാഗം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. കണ്ടോ, ദിസ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു എൻലാർജ് എ പിക്ചർ. അതായത് സൂം ഇൻ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളെ എത്രത്തോളം വലുതാക്കി കാണിക്കാമോ അതിന് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സൂം ഇൻ എന്ന് പറയുന്നത്. അതിന്റെ ചിഹ്നം ഒരു പ്ലസ് സൈൻ പോലെ കാണും അവിടെ, കണ്ടോ. സൂം ഇൻ എന്ന് പറയുന്നത് ഒരു ചിത്രം വളരെ വലുതായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് സൂം ഇൻ ഉപയോഗിക്കുന്നത്. ചൂസ് സൂം ഇൻ ഓപ്ഷൻ ഫ്രം ദ വ്യൂ മെനു ടു സൂം ഇൻ എ പിക്ചർ. അതായത് ഒരു ചിത്രത്തിൽ സൂം ചെയ്യാനായിട്ട് നമ്മൾ വ്യൂ മെനുവിൽ നിന്നുമാണ് എന്ത് സൂം ഓപ്ഷൻ. നമ്മളിവിടെ പറഞ്ഞു വ്യൂ മെനുവിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് സൂം ഇൻ ആണല്ലേ. അപ്പോൾ ഈ വ്യൂ മെനുവിനകത്തുള്ള ഈ സൂം ഇൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മളൊരു ചിത്രം വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. വ്യൂ മെനുവിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് സൂം ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സൂം ഇൻ എന്ന് പറഞ്ഞാൽ ദിസ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു എൻലാർജ് എ പിക്ചർ. ഒരു ചിത്രം വളരെ വലുതായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് സൂം ഇൻ എന്ന് പറയുന്നത്. അത് വ്യൂ മെനുവിനകത്തെ സൂം ഇൻ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിക്ചർ വലുതാക്കി കാണിക്കാൻ വ്യൂ മെനുവിനകത്തുള്ള സൂം ഇൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏത് പിക്ചറാണോ അവിടെ ഉള്ളത് അത് വളരെ വലുതായിട്ട് കാണും. അപ്പോൾ ഇവിടെ ഒരു മാനിന്റെ ഫുൾ ബോഡി ഫുള്ളായിട്ട് മാനിനെ ഫുള്ള് കാണുന്ന രീതിയിലായിരിക്കും പിക്ചർ ഉള്ളത്. അപ്പോൾ നമ്മളത് സൂം ഇൻ ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു വളരെ വലുതായിട്ട് പിക്ചർ വന്നിട്ട് ആ മാനിന്റെ കണ്ണും തല മാത്രം കാണുന്ന രീതിയിലോട്ട് മാറി. കണ്ടോ, സൂം ഇൻ. അടുത്തത് പറയുന്നത് സൂം ഔട്ട്. ഇതാണ്, അതായത് പേജ് നമ്പർ 17 കണ്ടോ, ഏറ്റവും മുകളിലായിട്ട് നോക്കുകയും കണ്ടോ, അതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. കണ്ടോ, ടീച്ചർ പറഞ്ഞല്ലോ ഒരു മാനിന്റെ ബോഡി ഫുള്ളായിട്ട് കാണുന്ന രീതിയിലായിരിക്കും ആ പിക്ചർ. കണ്ടോ, അത് സൂം ഇൻ ചെയ്തപ്പോൾ പിക്ചർ അങ്ങ് വലുതായിട്ട് അതിന്റെ തല മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പിന്നെ സൂം ഔട്ട് ആക്കി. സൂം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സൂം ഔട്ട് ഓപ്ഷൻ റെഡ്യൂസസ് ദ പിക്ചർ ഇൻ എ സ്മാളർ സ്കെയിൽ. അതായത് ആ വലിയ ആ ഒരു പിക്ചറിനെ ഇത് റെഡ്യൂസ് ചെയ്തു, കുറച്ചു. എന്താണ്, എന്നിട്ടൊരു ചെറിയൊരു പിക്ചറാക്കി മാറ്റി. അപ്പൊ നമ്മൾ ആ സൂം ഇൻ കണ്ട ആ മാനുണ്ടല്ലോ, മാനിന്റെ പിക്ചർ, ആ മാനിന്റെ പിക്ചറിനെ തന്നെ അവര് ചെറുതാക്കി സൂം ഔട്ട് ചെയ്തു അല്ലെ. സൂം ആക്കി വെച്ചത് കാര്യം സൂം ഔട്ട് ചെയ്തു, ചെറുതാക്കിയപ്പോഴാണ് നമുക്കിപ്പോൾ കാണുന്ന രീതിയിലുള്ള ആ മാനിന്റെ കട ചെടിയുടെയൊക്കെ കീഴിൽ ഒരു മാൻ നിൽക്കുന്ന പോലെ ആ മാനിനെ നമ്മൾ ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ മാറ്റി. To use this option, select the zoom out from view menu. അല്ലെ, വ്യൂ മെനുവിൽ നിന്നാണ് നമ്മൾ എന്ത് സൂം ഔട്ട് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ നേരത്തെ വ്യൂ മെനുവിൽ നിന്നും സൂം ഇൻ തിരഞ്ഞെടുത്തതുപോലെ വ്യൂ മെനുവിൽ തന്നെയാണ് എന്ത് സൂം ഔട്ട് ഉള്ളത്. അതായത് ഒരു മൈനസ് സൈൻ പോലെ കാണപ്പെടുന്നത്. കണ്ടോ, മനസ്സിലായോ? എളുപ്പമല്ലേ? സൂം ഇന്നും സൂം ഔട്ട് ഒക്കെ എളുപ്പം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എന്തായാലും, അല്ലയോ? കണ്ടോ, അപ്പോ സൂം ഇൻ എന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ എൻലാർജ് ചെയ്ത് കാണിക്കാനും വലുതായിട്ട് കാണിക്കാനും, സൂം ഔട്ട് എന്ന് പറയുന്നത് ആ ഒരു പിക്ചറിന് എന്താണ് റെഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു സ്മാളർ സ്കെയിലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന്റെ വലിപ്പം കുറച്ചിട്ട് നമുക്ക് ഒരു നോർമൽ ഒരു പിക്ചറായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് സൂം ഔട്ട് ചെയ്യുന്നത്. ചില പിക്ചേഴ്സ് ഒക്കെ ഇതുപോലെ നമ്മൾ നോർമൽ ചെറിയൊരു പിക്ചർ ആണെങ്കിൽ അതിന് സൂം ഇൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ചിലപ്പോൾ ഒരു അനിമലാണെങ്കിൽ അതിന് ചിലപ്പോൾ കണ്ണും തലയും മുമ്പും മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയൊന്നും കാണത്തില്ല. അപ്പം സൂം ഔട്ട് ആക്കുമ്പോൾ അതിൻ്റെ ഇതുപോലെ എന്താണ് ഒരു ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം ഇത്രയും പഠിച്ച് നിർത്താം, കൂടുതലൊന്നും പഠിക്കണ്ട. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യൂസിങ് സെലക്ട് ടൂളാണ്. അതിനകത്ത് ഫസ്റ്റ് റെക്ടാങ്കുലർ സെലക്ഷൻ പഠിച്ചു, ദെൻ ഫ്രീ ഫോം സെലക്ഷൻ പഠിച്ചു. പിന്നെ വ്യൂ മെനുവിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന ഓപ്ഷൻസ് സൂം ഇൻ, സൂം ഔട്ട്, 100%, റൂളേഴ്സ്, ഗ്രിഡ് ലൈൻസ്, സ്റ്റാറ്റസ് ബാർ, ഫുൾ സ്ക്രീൻ. അതിനകത്ത് തന്നെ സൂം ഇന്നും സൂം ഔട്ടും ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ടീച്ചർ ചെയ്യാം. ഈ ഒരു വീഡിയോടൊപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങളത് നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക.
ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ, ഇനി അത് വലിയ കാര്യമൊന്നുമില്ല, എളുപ്പമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിച്ചിട്ട് ഇതിൻ്റെ ഫില്ലപ്പും ബാക്കി കാര്യങ്ങളുമായിട്ട് പഠിക്കാം. ഓക്കെ ഇതന്നെ. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ടൊക്കെ വരുവാണെങ്കിൽ ചോദിക്കുക. ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. പിന്നെന്താണ് നോട്ട്സ് പഠിക്കുക. ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ ഓക്കെ then thank you. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.